രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഒഴിവാക്കി സർക്കാർ. RSSന്റെ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവൻ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. അതേസമയം RSSന്റെ ഭാരതാംബ ചിത്രം മാറ്റാൻ കഴിയില്ലെന്ന് രാജ്ഭവൻ നിലപാടെടുത്തു. രാജ്ഭവൻ പൊതു ഇടമെന്നും കക്ഷി രാഷ്ട്രീയത്തിന്റെ വേദിയാക്കരുതെന്ന് മന്ത്രി പി പ്രസാദും പറഞ്ഞു. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ഉടനെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അത് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രമല്ല. അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രമെന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് RSS മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പാകെ അവർ കാണിച്ചത്. ഈ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് ഈ പരിപാടിയുടെ ഭാഗമാവണമെന്ന്. കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയോ ചിഹ്നങ്ങളും അവരുടെ രീതികളും പ്രദർശിപ്പിക്കുന്ന സർക്കാരിൻ്റെ പരിപാടിക്ക് ശരിയായ കാര്യമല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. ഷീജ, അതായത് ഭരണഘടനാ പദവിയുള്ള ഇടം രാജ്ഭവൻ, ആ രാജ്ഭവനിൽ അവിടുത്തെ ഒരു പൊതുചടങ്ങ് RSSന്റെ ചിത്രത്തിന് മുൻപിൽ നടത്തണം, അല്ലെങ്കിൽ RSS ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുൻപിൽ നടത്തണം എന്ന രാജ്ഭവൻ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് സർക്കാർ ആ പരിപാടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നോ? അതാണോ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും മനു, അതായത് നേരത്തെ തന്നെ നിശ്ചയിച്ച പരിപാടിയാണ്. അതായത് കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന പരിപാടിയുടെ ഉദ്ഘാടനമാണ് രാജ്ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത്. കാര്യപരിപാടിയൊക്കെ ആദ്യം തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു. പക്ഷേ പൊടുന്നനെ ഇന്നലെ രാത്രിയോടുകൂടി ഈ കാര്യപരിപാടിയിൽ മാറ്റം വരുന്നു. ആ കാര്യപരിപാടി കൃഷി വകുപ്പിനെ രാജ്ഭവൻ അറിയിക്കുമ്പോൾ അതിൽ കാണുന്നത് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അതിനുശേഷം അവിടെ ദീപം തെളിയിച്ചതിനു ശേഷമാണ് ഈ ചടങ്ങ് ആരംഭിക്കേണ്ടത് എന്നാണ്. പക്ഷേ അവിടെ രാജ്ഭവനിലുള്ള ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം, ഭാരതമാതാവിന്റെ ചിത്രമാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദേശീയ പതാകയല്ല, മറിച്ച് RSSന്റെ കാവിക്കൊടിയാണ് അതിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്തത്. കൃഷിഭവൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുമായി അടക്കം കൂടിയാലോചിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ സർക്കാർ പരിപാടി നടത്തുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് രാജ്ഭവനെ അറിയിക്കുന്നു. പക്ഷേ രാജ്ഭവനിൽ ഗവർണർ അർലേക്കർ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇത് രാജ്ഭവനിൽ ഉള്ള ചിത്രമാണ്. ഈ ചിത്രത്തിൽ, ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഇവിടെ എല്ലാ ചടങ്ങുകളും തുടങ്ങാറ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മാത്രമേ ഇവിടെ ഈ ചടങ്ങ് നടത്താൻ സാധിക്കൂ എന്നുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത്. അതേ തുടർന്നാണ് ഇത് ഭരണഘടന വിരുദ്ധമായ നിലപാടാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാർ ഈ പരിപാടി അവിടെ നടത്തുന്നത്, രാജ്ഭവനിൽ നടത്തുന്നതിൽ നിന്നും ഒഴിവായതും ആ പരിപാടി രാജ്ഭവനിൽ നിന്നും റദ്ദാക്കി അതിന് പകരം ഇവിടെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ വൃക്ഷത്തൈട്ടുകൊണ്ട് ആ ചടങ്ങ് ഇവിടേക്ക് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് പ്രകാരം 11 മണിക്ക് ഈ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിലാണ്, അങ്കണത്തിലാണ് ഈ പരിപാടി നടന്നതും. അതിനുശേഷമാണ് മന്ത്രിയും ഈ കാര്യങ്ങളിൽ പ്രതികരണം നടത്തിയത്. മന്ത്രിയും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കി. കാരണം പൊടുന്നനെയാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നത്. സർക്കാരിനെ നേരത്തെ അറിയിച്ചിട്ടേ ഇല്ല. തലേന്ന് രാത്രി വിളിച്ച് ഇത്തരത്തിലൊരു മാറ്റം പറയുന്നു. സർക്കാരിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാരണം അത് അതായത് നേരത്തെ കേരളശ്രീ പുരസ്കാരം വിതരണം നടന്ന സമയത്ത് ഇത്തരത്തിലൊരു ചിത്രം സെൻട്രൽ ഹാളിൽ ഉണ്ടായിരുന്നില്ല. ഇത് വളരെ വേഗത്തിൽ ഇത്തരത്തിലൊരു ചിത്രം അവിടെ സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ അത് കൃത്യമായ കരുതിക്കൂട്ടിയുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് കരുതണം. വളരെ വേഗത്തിലൊരു ചിത്രം അവിടെ അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് മന്ത്രിയും ചൂണ്ടിക്കാട്ടിയത്. കാരണം കേരളശ്രീ പുരസ്കാര വിതരണ ചടങ്ങ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയാണ്. അതിൽ ആ പരിപാടി പങ്കെടുക്കുന്നതിന് മുൻപായി ഇത്തരത്തിൽ ഒരു ചിത്രത്തിലും പുഷ്പാർച്ചന നടത്തണമെന്നോ അത്തരത്തിലൊരു ആവശ്യം ഒന്നും തന്നെ രാജ്ഭവൻ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം അവിടെ RSS പ്രചാരകന്റെ ഒരു പരിപാടി നടന്നിരുന്നു. ആ പരിപാടിയിൽ ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അന്ന് ചടങ്ങ് നടന്നത്. പക്ഷേ ഇവിടെ കാണേണ്ടത് അതല്ല. അതിനപ്പുറത്തേക്ക് ഇത് കേവലം ഒരു ഭാരതമാതാവിന്റെ ചിത്രമാണെങ്കിൽ തങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മന്ത്രിയും വ്യക്തമാക്കുന്നു. പക്ഷേ
ഇത് ഭാരതമാതാവിന്റെ ചിത്രമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അത് RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഈ വിഷയത്തിൽ. കാരണം വലിയ തോതിൽ രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അത് ഒരിക്കലും ഭൂഷണമല്ല, അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ പരിപാടി അവിടെ നടത്തുന്നതിൽ നിന്നും പിന്തിരിഞ്ഞതും അതേ തുടർന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചതും. ഏതായാലും ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തി ആ പദവി ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള കാര്യം കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ രാജ്ഭവനോടും ഗവർണറോടും ആവശ്യപ്പെടുന്നതും. മനു, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, ഗവർണർ, രാജ്ഭവൻ എന്നൊക്കെ പറയുന്നത് ഭരണഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പദവിയാണ്. അവിടെ കക്ഷി രാഷ്ട്രീയം പറയാനോ അതല്ലാതെ RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ ഉള്ള ഇടമല്ല, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന വളരെ കൃത്യമായൊരു സന്ദേശം അത് രാജ്ഭവന് മുന്നിലേക്കും ഗവർണറുടെ മുൻപിലേക്കും അതുവഴി BJPയുടെ മുന്നിലേക്കും നൽകുകയായിരുന്നില്ലേ ഇന്നത്തെ ഈ നിലപാടിലൂടെ സർക്കാർ ചെയ്തത്? തീർച്ചയായും കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ അത് രാജ്ഭവന് മുന്നിലും BJPക്ക് മുന്നിലും വെക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മനു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നേതാക്കൾ, പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടക്കം നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ് സ്വീകരിച്ചത്. അതിൽ കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. ഈ വിഷയം ആ രീതിയിൽ പ്രത്യേകിച്ചും ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തി ആ പദവിയെ ദുരുപയോഗം ചെയ്യുന്നു, ഭരണഘടനാ ലംഘനം ആണ് കൃത്യമായ രീതിയിൽ അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് സർക്കാർ ആ രീതിയിലുള്ള ഭരണഘടനാപരമല്ലാത്ത പ്രവർത്തനങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇതിലൂടെ ഈ ഒരു നിലപാടിലൂടെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മനു, ശരി. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. പരിസ്ഥിതി ദിനാഘോഷം ഇന്ന് രാജ്ഭവനിൽ സംഘടിപ്പിച്ചതായിരുന്നു. പക്ഷേ സർക്കാർ അത് ഒഴിവാക്കുന്ന നിലപാടെടുത്തു. കാരണം അവിടെ RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് വയ്ക്കണം, ഒപ്പം തന്നെ പുഷ്പാർച്ചന നടത്തണം എന്ന നിലപാട് രാജ്ഭവൻ സ്വീകരിക്കുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ എടുക്കുന്നു. രാജ്ഭവൻ എന്നത് അത് പൊതു ഇടമാണ്, ഭരണഘടനാപരമായ പ്രാധാന്യമുള്ള ഇടമാണ്, അവിടെ ഈ RSSന്റെ ആശയം പ്രചരിപ്പിക്കാനുള്ള സ്ഥലമല്ല എന്ന ശക്തമായ സന്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു സർക്കാർ അതിലൂടെ ചെയ്തത്. ഏതായാലും അല്പസമയം മുമ്പ് അതിന്റെ പ്രതികരണമാണ് നമ്മൾ കൃഷിമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കണ്ടതും തത്സമയം പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയതും. സമഗ്രമായ വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.